ഹായ് ഓൾ, വെൽക്കം ടു CC. ഞാൻ അഞ്ജിത. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാം ഒക്കെ കംപ്ലീറ്റ് ആയി അല്ലേ? നമ്മുടെ സെറ്റ് സുവോളജി എക്സാം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് നമുക്ക് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റില്ല. എന്നാൽ ഒത്തിരി ഈസി ആയിരുന്നു എന്ന് ചോദിച്ചാൽ അത്ര ഈസിയും അല്ലായിരുന്നു. ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എക്സാം ആയിരുന്നു നമ്മൾ ലാസ്റ്റ് നടന്നിട്ടുള്ള 2026 സെറ്റ് സുവോളജി എക്സാം എന്ന് പറയുന്നത്. എന്നാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ? അല്ല. അത്യാവശ്യം നമ്മുടെ ഈ കോൺസെപ്റ്റുകളെ പറ്റിയൊക്കെ ഒരു ധാരണയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വാളിഫൈ ചെയ്യാനായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു എക്സാം തന്നെയായിരുന്നു നമ്മുടെ സെറ്റ് സുവോളജി എക്സാം. ബോട്ടണിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെറ്റ് സുവോളജി എന്ന് പറയുന്നത് ഈസി തന്നെയായിരുന്നു. ആൻഡ് നമ്മുടെ ഈ എക്സാമിന് തൊട്ട് മുൻപ് നടന്ന എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്താലും ഈ വട്ടം നടന്ന എക്സാം എന്ന് പറയുന്നത് ഈസി തന്നെ ആയിരുന്നു എന്ന് വേണം നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം അല്ലെ? ഈ ഒരു സബ്ജക്റ്റ് എന്താണെന്നും നമുക്ക് ഈ പറയുന്ന സിലബസിനകത്ത് വരുന്ന ഓരോ ടോപ്പിക്സിന്റെയും ബേസിക് ആയിട്ട് വരുന്ന ഫാക്റ്റുകൾ മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് പോയില്ല എങ്കിൽ കൂടിയും ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകളെ പറ്റി ധാരണയുള്ള ആയിരുന്നുവെങ്കിൽ നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ് സെറ്റ് എക്സാം വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഒട്ടും തന്നെ നിങ്ങൾ ഡെസ്പ് ആവണ്ട. നമുക്ക് അടുത്ത ഒരു സെറ്റ് എക്സാം വലിയ താമസം ഇല്ലാതെ തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആ ഫോക്കസ് ഏരിയാസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ റെഡി ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് നടന്ന ഈ സെറ്റ് എക്സാമിന്റെ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുക. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നത്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന്റെ 2-3 ക്വസ്റ്റ്യൻസ്, അതും 4 ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്ന അസേർഷൻ, റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, മാച്ച് ദ ഫോളോയിങ് വരുന്നുണ്ട്. അതല്ലാതെ വെറും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 4 ഡിഫറെന്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മൾ ലാസ്റ്റ് ഇപ്പൊ നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് നിങ്ങളിലേക്ക് ഡെലിവർ ആകുന്നത് എന്നതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലെ അസേർഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻ ട്രാൻസ്ഡക്ഷൻ എ ബാക്ടീരിയം carries a segment of nucleic acid from one virus to another. ഒരു വൈറസിൽ നിന്നും അടുത്ത ഒരു വൈറസിലേക്ക് ജനറ്റിക് മെറ്റീരിയലിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നു. ആൻഡ് ട്രാൻസ്ഡക്ഷനകത്ത് എന്താ ചെയ്യുന്നതെന്ന് പറയുന്ന ബാക്ടീരിയമാണ് ജനറ്റിക് മെറ്റീരിയലിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അവിടെ തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ? അടുത്ത് നോക്കിയാൽ റീസൺ എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ ഇസ് മീഡിയേറ്റഡ് ബൈ വിറുലന്റ് ഫേജസ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ ഇസ് മീഡിയേറ്റഡ് ബൈ ടെമ്പറേറ്റ് ഫേജസ് എന്ന് പറയുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കിക്കേ, ട്രാൻസ്ഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ബാക്ടീരിയയിൽ നിന്നും മറ്റൊരു ബാക്ടീരിയയിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ആവുകയാണ്. എന്ത് വഴി? ബാക്ടീരിയോ ഫേജുകൾ വഴി അല്ലെ? ബാക്ടീരിയയെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസുകളാണ് ബാക്ടീരിയോ ഫേജുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബാക്ടീരിയോ ഫേജുകളുടെ ഇൻഫെക്ഷൻ കാരണം ഒരു ബാക്ടീരിയയിൽ നിന്നും ആക്സിഡന്റലി അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഈ ഫേജുകളുടെ ഉള്ളിലേക്ക് പാക്ക് ചെയ്യപ്പെടുന്നു. എന്നിട്ട് ഈ ഫേജുകൾ പിന്നീട് മറ്റൊരു ബാക്ടീരിയയെ പോയി ഇൻഫെക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയൽ അടുത്ത ബാക്ടീരിയയിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആകുന്ന ഒരു മെത്തേഡാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ബാക്ടീരിയം അല്ല ക്യാരി ചെയ്യുന്നത്, ബാക്ടീരിയോ ഫേജുകളാണ്, വൈറസുകളാണ്. സെഗ്മെന്റുകൾ ഒരു വൈറസിൽ നിന്നും അടുത്ത വൈറസിലേക്കല്ല പോകുന്നത്, ഒരു ബാക്ടീരിയയിൽ നിന്നും മറ്റൊരു ബാക്ടീരിയയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അസേർഷൻ റോങ് ആണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഇനി റീസൺ നോക്കിയേ, ട്രാൻസ്ഡക്ഷൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷനും ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷനും ഉണ്ട് അല്ലെ? ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ എന്ന് വെച്ചാൽ അത് വിറുലന്റ് ഫേജസ് ആണ് ക്യാരി ഔട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നു. കറക്റ്റ് ആണ്, വിറുലന്റ് ഫേജുകളാണ്. കാരണം ഇതിന്റെ എൻഡായിട്ട് എന്താ നടക്കുന്നത്? സെല്ലിനെ റപ്ചർ ചെയ്തിട്ട് ഈ ഫേജുകൾ പുറത്തേക്ക് റിലീസ് ആവുക ചെയ്യുന്നത്. അപ്പം ലൈറ്റിക് സൈക്കിളാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. സോ വിറുലന്റ് ഫേജുകളാണ് ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ ചെയ്യുന്നത്.
ശരി, അടുത്ത എന്താ പറയുന്നത്? സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ ഇസ് മീഡിയേറ്റ് ബൈ ടെമ്പറേറ്റ് ഫേജസ്. കറക്റ്റ് ആണ്. സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷനകത്ത് എന്താ നടക്കുന്നത്? നമ്മുടെ ഫേജുകളുടെ ഈ വൈറസിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ ജനറ്റിക് മെറ്റീരിയലുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു പ്രോഫേജ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേജ് ഉണ്ടാവും അല്ലെ. ഒരു പ്രോഫേജ് സ്റ്റേജിൽ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അതെന്താണ്? ആ ബാക്ടീരിയക്ക് ആക്ച്വലി ഹാംഫുൾ അല്ല, വിറുലന്റ് ആണ്, അല്ലെങ്കിൽ എന്താണ്, ലൈസോജനിക് സൈക്കിളാണ് അവര് ക്യാരി ഔട്ട് ചെയ്യുന്നത്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ എന്ന് പറയുന്ന അപ്പോഴേ തന്നെ നമുക്ക് കട്ട് ചെയ്യാലോ. ശരി, ഇവിടെയും എന്താ പറയുന്നത്? എയും ആറും ട്രൂ ആണെന്നാ പറയുന്നത്. അത് നമുക്ക് കട്ട് ചെയ്യാം അല്ലെ. 6 മാത്രമാണ് കറക്റ്റ്. അപ്പൊ നോക്കിയേ, എ ട്രൂ ആന്ന് പറയുന്നു ആണോ? അല്ല, എ ഫോൾസ് ആണ്, 6 ആണ് ട്രൂ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഈസി അല്ലേ? ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ടൈപ്പ് ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം നോക്കൂ. ഐഡന്റിഫൈ ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ഷാപ്രോൺസ്. ഷാപ്രോൺസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളെ ഐഡന്റിഫൈ ചെയ്യണം. നോക്കാം, നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകളെയും വായിച്ചു നോക്കാം. ദേ ആർ ദ ഫോസ്ഫോലിപ്പിഡ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ കറക്റ്റ് ഫോൾഡിംഗ് ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നുണ്ട്. ദേ ആർ നോൺ ആസ് ദ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ്, HSPs എന്ന് പറയുന്നുണ്ട്. 3 പറയുന്നു ദേ ഇൻവോൾവ് ഇൻ ദ ഇൻസേർഷൻ ഓഫ് പ്രോട്ടീൻസ് ഇൻ ടു ദ ലിപ്പിഡ് ബൈലെയർ ഓഫ് ദി മെംബ്രെയിൻസ് എന്ന് പറയുന്നു. 4th സ്റ്റേറ്റ്മെന്റ് പറയുന്നു ദേ ബൈൻഡ് ടു ദി എക്സ്പോസ്ഡ് ഹൈഡ്രോഫോബിക് പാച്ചസ് ഓൺ ദി പ്രോട്ടീൻസ് ടു പ്രിവെന്റ് ദം ഫ്രം അഗ്രഗേഷൻ എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഷാപ്രോൺസ് എന്താണ്? നമ്മൾ പ്രോട്ടീൻസിനെ മറ്റ് ഓർഗനൽസിലേക്ക് ഡെലിവർ ചെയ്യുന്ന ടൈമിൽ അല്ലെ, നമ്മുടെ ഗോൾജി എന്ന് പറയുന്ന ആ ഒരു ഓർഗനലാണ് കറക്റ്റ് ആയിട്ട് പ്രോട്ടീൻസിനൊക്കെ പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് ഓരോ പ്രോട്ടീനുകളും ആ പ്രോട്ടീനിലുള്ള സിഗ്നൽ അനുസരിച്ച് എന്താണ് ഓരോ ലൊക്കേഷനിലേക്ക് ചെന്നെത്തുകയാണ് ചെയ്യുന്നത്. ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ എത്തിക്കഴിയുമ്പോൾ ഈ പ്രോട്ടീൻ എന്ത് ചെയ്യണം? ഫോൾഡ് ചെയ്യണം അല്ലെ. ഫോൾഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഫോൾഡിങ് ഉണ്ട് എങ്കിൽ മാത്രമേ ആ പ്രോട്ടീന് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഫീച്ചേഴ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ പ്രോട്ടീൻസിനെ പ്രോപ്പർ ആയിട്ട് ഫോൾഡ് ചെയ്യിക്കാൻ സഹായിക്കുന്ന ഒരു കമ്പോണന്റ് ആണ് ഷാപ്രോൺസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ദേ ആർ ദ ഫോസ്ഫോലിപ്പിഡ്സ് ദാറ്റ് ഫെസിലിറ്റേറ്റ് കറക്റ്റ് ഫോൾഡിംഗ് ആണോ? അല്ല, പ്രോട്ടീൻസിന്റെ കറക്റ്റ് ഫോൾഡിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാ. പക്ഷേ ഇത് ഫോസ്ഫോലിപ്പിഡുകളല്ല. എന്താണ്? പ്രോട്ടീനുകൾ തന്നെയാണ്. പ്രോട്ടീനുകൾ തന്നെയാണ്. സോ ഷാപ്രോൺസ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്, ഫോസ്ഫോലിപ്പിഡ് അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണല്ലോ, റോങ് ആണ്. സെക്കൻഡിലേക്ക് പോവാണ്. ദേ ആർ നോൺ ആസ് ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ്, HSPs എന്ന് വിളിക്കാറുണ്ടെന്ന്. കറക്റ്റ് ആണ്. ഷാപ്രോൺസ് എന്താണ്? ഹീറ്റ് സ്ട്രെസ്സിന്റെ ടൈമിൽ പ്രോട്ടീൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ആക്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ തന്നെയാണ് ഈ പറയുന്ന ഷാപ്രോൺസ് എന്ന് പറയുന്നത്. സോ ഷാപ്രോൺസിനെ നമ്മൾ ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസ് എന്നും വിളിക്കാറുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദേ ഇൻവോൾവ് ഇൻ ദ ഇൻസേർഷൻ ഓഫ് പ്രോട്ടീൻസ് ഇൻ ടു ദ ലിപ്പിഡ് ബൈലെയർ എന്ന് പറയുന്നു. ഇല്ല, നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞാണ് ഷാപ്രോൺസിന്റെ ഫംഗ്ഷൻ എന്താ? പ്രോട്ടീനെ കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. എവിടെയെങ്കിലുമൊക്കെ മിസ്ഫോൾഡിങ്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് വീണ്ടും എന്താണ്? റെക്ടിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വലി ഷാപ്രോൺസ് ചെയ്യുന്നത്. അപ്പൊ അത് എന്താണ്? നമ്മൾ ലിപ്പിഡ് ലെയറിലേക്ക് ഇൻസേർട്ട് ചെയ്യിക്കുന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? ഇല്ല. ലിപ്പിഡ് ലെയറിലേക്ക് ഇൻസേർട്ട് ചെയ്യിക്കുന്നവരെ നമ്മൾ എന്താ വിളിക്കുക? ട്രാൻസ്ലൊക്കോൺസ് എന്നാ വിളിക്കുക. ട്രാൻസ്ലൊക്കോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രോട്ടീനുകളെ ലിപ്പിഡ് ബൈലെയറിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. എന്നിട്ട് എന്താ? ചാനൽസ് ഒക്കെ ഫോം ചെയ്യിക്കും അല്ലെ. പക്ഷെ ഇവിടെ എന്താ? പ്രോട്ടീൻ ഫോൾഡിങ് മാത്രമാണ് അവരുടെ ധർമ്മം. സോ ഇത് അവരുടെ റോൾ അല്ല. സോ ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കിയേ. ദേ ബൈൻഡ് ടു ദ എക്സ്പോസ്ഡ് ഹൈഡ്രോഫോബിക് പാച്ചസ് ഓൺ ദ പ്രോട്ടീൻസ്. കറക്റ്റ് ആണ്. പ്രോട്ടീൻസിൽ വന്നിട്ട് ബൈൻഡ് ചെയ്താൽ മാത്രമേ ആ പ്രോട്ടീൻസിനെ കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ പ്രോട്ടീൻസിന്റെ ഏത് ഭാഗത്താണ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്? പ്രോട്ടീനുകളിൽ ഹൈഡ്രോഫോബിക് പാച്ചുകൾ ഉള്ള ആ ഭാഗത്താണ് വന്നിട്ട് ഈ പറയുന്ന ഷാപ്രോൺസ് ബൈൻഡ് ചെയ്യുകയും പ്രോട്ടീൻസിനെ ക്ലംബ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ പ്രോട്ടീൻസ് കറക്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? അതിങ്ങനെ കൂട്ടം കൂടി ഒരു
അഗ്രിഗേഷൻ ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്നവരാണ് ഷാപ്രോൺസ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് അല്ലേ? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് 4 കറക്റ്റ് ആണ്. അപ്പൊ ഇത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാ കറക്റ്റ്? 2ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. നമ്മുടെ ഓപ്ഷനിൽ അത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. യെസ്, ഓപ്ഷൻ ബി 2 and 4 ഓൺലി. 2 and 4 ഓൺലി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് ഈ ഓപ്ഷൻ ഇങ്ങോട്ട് ചേഞ്ച് ആയി. ACBD എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ബി ആണ് കേട്ടോ നമ്മുടെ ആൻസർ ഇവിടെ. 2 and 4 ഓൺലി. ശരി, അടുത്തത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഞാൻ പറഞ്ഞു 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ അസേർഷൻ, റീസൺ ടൈപ്പ് എടുത്തു. രണ്ടാമത്തെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്തു. ഇനി നമ്മൾ നോക്കുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഫോളോയിങ്ങിൽ എന്താണ്? ഇവിടെ നമ്മൾ രണ്ട് ഡിഫറെന്റ് പാർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലിസ്റ്റ് 1-നകത്ത് കുറച്ച് ഓർഗാനിസംസിന്റെ പേരും ലിസ്റ്റ് 2-ന്റെ അകത്ത് അവയിൽ കാണുന്ന ചില സ്ട്രക്ചേഴ്സിന്റെ പേരുമാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, ഇവിടെ പീജിയൻ, റാബിറ്റ്, സ്പേം വെയില്, ക്രോക്കഡൈൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഫോറാമൻ ഓഫ് അനീസ, ഡയസ്റ്റെമ, പെക്ടൻ ആൻഡ് ആംബർഗ്രിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആംബർഗ്രിസ് ആണ്, GRIS വേണം. ഓക്കെ, ആംബർഗ്രിസ് എന്നാണ് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക വേണ്ടത്. നോക്കിക്കേ, പീജിയൻ എന്ന് പറയുന്ന ഒരു ബേർഡ് ആണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, ബേർഡ്സിന്റെ റെറ്റിനയിലൊക്കെ എന്ത് കാണാം? പെക്ടൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സ്ട്രക്ചർ കാണാം. അതെന്താണ്? നമ്മുടെ റെറ്റിനയിലേക്ക് വരുന്ന ലൈറ്റ് റേസിന്റെ സ്കാറ്ററിങ് മിനിമൈസ് ചെയ്യുക. മിനിമൈസ് ദ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്ന് മനസ്സിലാക്കുക. പിന്നെ എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ റെറ്റിന എന്ന് പറയുന്ന ഭാഗത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇതെല്ലാം എന്താണ്? പെക്ടൻ എന്ന് പറയുന്ന കമ്പണന്റിന്റെ ധർമ്മമാണ്. സോ പീജിയൻ ആണ് എന്ത്, നമ്മുടെ 3 ആയിട്ട് വരുന്നത്. സോ A3 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താം അല്ലെ. A3. ശരി, അടുത്തതിലേക്ക് നോക്കിയേ, റാബിറ്റാ പറഞ്ഞേക്കുന്നത്. റാബിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന ഫ്രണ്ടിലത്തെ 2 പല്ലുകളായിരിക്കും അല്ലെ. പല്ലുകളുടെ ഇൻ ബിറ്റ്വീൻ ഒക്കെ എന്തുണ്ട്? ഗ്യാപ്പുകളുണ്ട്. സോ ഇൻസിസേഴ്സിന്റെയും പ്രീ മോളാസിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിനെയാണ് നമ്മൾ ഡയസ്റ്റമ എന്ന് വിളിക്കുന്നത്. സോ റാബിറ്റ്, ഡയസ്റ്റമ, B2 നമുക്ക് കിട്ടി. B2 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി സ്പേം വെയിൽ എടുത്തു കഴിഞ്ഞാൽ എന്താ? വെയിൽസിന്റെ ഒക്കെ എന്താ, ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകുന്ന ഒരു കമ്പണന്റ് ആണ് ആംബർഗ്രിസ് എന്ന് പറയുന്നത്. വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു ഡാർക്ക്, ഒരു ബ്ലാക്ക് ഒക്കെ ഷെയ്ഡ് വരുന്ന ഒരു കമ്പണന്റ് ആണ് എന്ത്, ആംബർഗ്രിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഫീഡ് ചെയ്യുന്ന ഈ പറയുന്ന സ്ക്വിഡ് പോലുള്ള സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ ഒരു എന്താ പറയാ, ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ടഫ് ആയിട്ടുള്ള ചില ബോഡി പാർട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇൻറ്റസ്റ്റൈനിൽ ചിലപ്പോൾ എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രക്ഷൻസ് ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സോ അതിൽ നിന്നും അവരുടെ ഇൻറ്റസ്റ്റൈനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവർ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ആംബർഗ്രിസ് എന്ന് പറയുന്നത്. ഈ ആംബർഗ്രിസ് പിന്നീട് ഇങ്ങനെ വന്ന് അത് സോളിഡിഫൈ ചെയ്ത് ഒരു ഹാർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സ്പേം വെയില് സെഗ്രിഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആംബർഗ്രിസ് എന്ന് പറയുന്നത്. സോ C4 ആണെന്ന് നമുക്ക് പറയാം. C4 ആണ്. അടുത്ത നോക്കിക്കേ, അടുത്ത ക്രോക്കഡൈലാണ്. ക്രോക്കഡൈലിലെ ഹാർട്ടിൽ കാണുന്ന ഒരു സ്പെഷ്യൽ ഓപ്പണിംഗ് ആണ് ഫോറാമൻ ഓഫ് പെനീസ എന്ന് പറയുന്നത്. അയോട്ടിക് ആർച്ചുകളെ തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന ഒരു ഹോളാണ് ഫോറാമൻ ഓഫ് പെനീസ എന്ന് പറയുന്നത്. സോ D1 ആണ്. D1 ആണ്. സോ നമുക്ക് നമ്മുടെ ഓപ്ഷൻ കിട്ടി A3 B2 C4 D1. A3 B2 C4 D1. നോക്കിക്കേ, A3 B2 C4 ഏതാ? A3 B2 C4 D1. ഓപ്ഷൻ D അല്ലേ? ഓപ്ഷൻ D ആണ്. A3 B2 C4 D1. അതെ, ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ. കിട്ടിയല്ലോ. അപ്പൊ അങ്ങനെ നമ്മുടെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഇനി അടുത്തത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്താണ് നമ്മുടെ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സെറ്റ് എക്സാം ആണ്, ഭയങ്കര ഹൈ ലെവൽ ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ എന്ന് പറഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ നോക്കാതെ വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ പോകും. അപ്പോൾ അതൊന്ന് നോക്കിക്കേ. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. മൈക്രോ ഓർഗാനിസംസ് ദാറ്റ് ഗ്രോ ഇൻ ഹൈ സോൾട്ട് ആർ കോൾഡ്. ഹൈ ആയിട്ടുള്ള സോൾട്ടി എൻവയോൺമെന്റിൽ ജീവിക്കാൻ പറ്റുന്ന മൈക്രോ ഓർഗാനിസം നമ്മൾ ഏത് പേരിലാ വിളിക്കുന്നത്? ഈസിയാണ്, ഹാലോഫൈൽസ് എന്നാ വിളിക്കുന്നത് അല്ലെ. ആസിഡോഫൈൽസ് ലോ pH ഗ്രോ ചെയ്യാൻ പറ്റുന്നവരാണ്. തെർമോഫൈൽസ് എന്താണ്? ഹൈ
ടെമ്പറേച്ചറിൽ ഹോട്ട് സ്പ്രിങ്സിലൊക്കെ ജീവിക്കാൻ പറ്റുന്നവരാണ്. നമ്മളെ തേർമസ് അക്വാട്ടിക്കസ് ഉണ്ടല്ലോ, പഠിച്ചിട്ടുണ്ട്. മെഥനോജൻസ്, മീഥെയിൻ ഒക്കെ സെക്രീറ്റ് ചെയ്യാൻ പറ്റുന്നവർ അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ആൻസർ ഹാലോഫൈൽസ് ആണ്. ഹൈ സോൾട്ട് കണ്ടീഷൻ ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ ഈ പറയുന്ന സെറ്റ് എക്സാമിന് ഫേസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മുതൽ വളരെ ചിന്തിച്ച് നിങ്ങൾ ആൻസറിലേക്ക് എത്തേണ്ട സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിനെല്ലാം പേടിക്കാതെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റണം. എല്ലാത്തിൻ്റെയും കറക്റ്റ് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടൊരു എന്താണ് പാത്ത് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവണം. ആ പാത്താണ് നമ്മുടെ CC നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞ സെറ്റ് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നോർത്ത് വിഷമിക്കുന്നവരാണ് എങ്കിലും, ഫസ്റ്റ് ടൈം സെറ്റ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നവരാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സധൈര്യം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒരു ലോങ് ടേം ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് ബേസിക് മുതൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഏത് രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഉള്ളൊരു പ്രാക്ടീസ് തന്നുകൊണ്ടാണ് നിങ്ങളെ സെറ്റ് എക്സാമിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. സോ നമ്മുടെ ബാച്ചുകൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, ഡെയിലി വർക്ക്ഔട്ട്സ്, അതേപോലെ തന്നെ എക്സാംസ് എല്ലാം കൂടി ചേർന്ന ഒരു വളരെ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. സോ എത്രയും വേഗം നമ്മുടെ ബാച്ചിന്റെ ഭാഗമാകാൻ നമ്മുടെ ബോർഡ് നമ്പറിലേക്ക് വിളിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.